പള്ളിപ്പറമ്പ് സ്കൂളിലെ കുട്ടികളാണ്. അവർ അധ്യാപകർക്ക് സല്യൂട്ടൊക്കെ നൽകിയാണ് യാത്രാമൊഴി നടത്തുന്നത്. ചെറിയ കുട്ടികൾ, അവർക്കറിയില്ല ഒരുപക്ഷെ അവരുടെ പ്രിയപ്പെട്ട അധ്യാപകരെ ഇനി ഒരിക്കലും കാണാൻ കഴിയില്ലെന്ന്. ഇനി അവരുടെ സ്കൂളിലേക്ക് തിരിച്ചെത്തുമ്പോൾ ആ അധ്യാപകരുടെ ഓർമ്മകൾ മാത്രമായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. അത് എത്രമാത്രം ഹൃദയഭേദമാകും, എത്രമാത്രം അവർക്ക് ജീവിക്കാൻ കഴിയുമൊക്കെ കാലം തന്നെ പറയേണ്ടതുണ്ട്. അധ്യാപകരും ഒപ്പം ജോലി ചെയ്തവരും ഈ 9 കാഴ്ചയാണ് പല പല സ്കൂളിലെ അധ്യാപകർ, ജോലി ചെയ്തവർ, പല സ്കൂളുകളിലെ ജോലി ചെയ്തവർ, പരിചയമുള്ളവർ, അങ്ങനെ സമസ്ത മേഖലയിൽ നിന്നുള്ളവർ ഈ ഒരു ദുരന്തത്തിൽ ജീവനൊടുങ്ങിയവർക്ക് യാത്രാമൊഴിയേക്കാനിതാ കൊണ്ടയിടറി കണ്ണു നിറഞ്ഞ് എല്ലാവരും മടങ്ങുന്നത്. കുട്ടികൾക്കറിയില്ല ഒരു പക്ഷേ എത്രമാത്രം എന്താണ് സംഭവിച്ചതെന്നോ എന്തിനാണ് അവർ സാക്ഷ്യം വഹിക്കുന്നത്. പക്ഷെ പലരും കണ്ണു തുടയ്ക്കുന്നുണ്ട്. അവസാനമായി SPC സല്യൂട്ട് ചെയ്തൊക്കെയാണ് ഈ അധ്യാപകർ യാത്ര അയക്കുന്നത്. വാൽപ്പാറയിലെ ചുരത്തിൽ വാഹനാപകടത്തിൽ മരിച്ച 9 പാങ്ങ് മലപ്പുറം സ്വദേശികളാണ്. അവർക്ക് യാത്രാമൊഴി ചൊല്ലുകയാണ് അവരുടെ പ്രിയപ്പെട്ടവർ, അവരുടെ ഉറ്റവർ, ഉടയവർ. പാങ്ങിലെ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആ മുറ്റത്താണ് ഈ പൊതുദർശനം ഇപ്പോൾ പുരോഗമിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി, മഞ്ഞളാംകുഴി അലി MLA ഉൾപ്പെടെയുള്ളവർ അവിടെ ആ പൊതുദർശന നടക്കുന്ന സ്ഥലത്തുണ്ട്. അതിവൈകാരികമായ ആ വിദ്യാർത്ഥികൾ അവരുടെ അധ്യാപകർക്ക്, അവരുടെ പ്രിയപ്പെട്ട 6 അധ്യാപകരാണ് അവിടെ ചേതനയറ്റ് ആ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ കിടക്കുന്നത്. ഒരു ജീവനക്കാരിയുമുണ്ട് സ്കൂളിൽ. ഒപ്പം അധ്യാപകൻ്റെ ഭാര്യ, ഒരു കുരുന്ന്, ഇവർക്കൊക്കെ വിട ചൊല്ലുകയാണ് ഒരു നാടൊന്നാണ്. അതിൽ സഹാധ്യാപകരുണ്ട്, സഹപ്രവർത്തകർ, വിദ്യാർത്ഥികളുണ്ട്, ബന്ധുക്കളുണ്ട്, സ്നേഹിതരുണ്ട്. എല്ലാവരും ആ പാങ്ങിലെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മുറ്റത്ത് ഒത്തുകൂടി നിൽക്കുന്നു. 9 പേരാണ് അവിടെ ചേതനയേറ്റ് കിടക്കുന്നത്. വളരെ സന്തോഷത്തോടു കൂടി ആ പ്രദേശത്ത് നിന്നും, പാങ്ങിൽ നിന്നും വാൽപ്പാറയിലേക്ക്, ആദ്യം അതിരപ്പള്ളിയിലേക്കും പിന്നീട് വാൽപ്പാറയിലേക്കും പോയ സംഘമാണ്. വളരെ അവിചാരിതമായി, തീർത്തും അവിചാരിതമായി, അപ്രതീക്ഷിതമായി ആ നിയന്ത്രണം തെറ്റി അപകടത്തിൽപ്പെടുന്നതും ഇത്ര ദാരുണമായിട്ടുള്ള സംഭവങ്ങളിലേക്ക് കാര്യങ്ങളെത്തുന്നത്. ആ സർക്കാർ LP സ്കൂളിൻ്റെ മുറ്റത്ത് നിന്ന് കളിച്ചിരോടുകൂടി ആ ടെമ്പോ ട്രാവലിൽ യാത്ര തുടങ്ങിയ അവരിതാ മടങ്ങിയെത്തുന്നു പാങ്ങിലെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മുറ്റത്തേക്ക് നിശ്ചലരായി. ആ സഹപ്രവർത്തകരിൽ പലരും വിതുമ്പിക്കൊണ്ടാണ് നേരത്തെ പ്രതികരണങ്ങൾ തന്നത്. അധ്യാപകർ യാത്രക്കിടയിൽ അയച്ച സന്ദേശങ്ങൾ, അവസാനമായി വിളിച്ച കാര്യങ്ങൾ, ഒരുമിച്ച് റിട്ടയർ ചെയ്യുന്ന കാര്യങ്ങൾ പോലും പല അധ്യാപകരും വിതുമ്പിക്കൊണ്ട് സിറ്റിയുമായി പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. പലർക്കും ആ മരണങ്ങൾ അവിശ്വസനീയമായി തന്നെ നിൽക്കുകയാണ്. ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നുള്ള വാക്കുകളിൽ വിതുമ്പിപ്പോകുന്നു പലരുടെയും പ്രതികരണങ്ങൾ. വാൽപ്പാറയിലെ 13ാമത്തെ വളവിലാണ് ഹെയർപിന്നിൽ നിയന്ത്രണം വിട്ട ട്രാവലർ മറിയുകയും 7 സ്ത്രീകളും ഒരു കുട്ടിയും ഉൾപ്പെടെ 9 പേർക്ക് ദാരുണമായിട്ടുള്ള അന്ത്യം സംഭവിച്ചത്. 3 പേരാണ് കോയമ്പത്തൂരിലെ ആ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളത്. അതിലൊരു കുട്ടിയുണ്ട്. ഡാനിപ്പോൾ അവിടെ നൽകിയ വിവരമനുസരിച്ച് ആ കുഞ്ഞിൻ്റെ താഴേക്കുള്ള ചലനത്തിൽ ചില ആശങ്കകളൊക്കെ ഉണ്ട്. അതിൻ്റെ ചികിത്സ പുരോഗമിക്കുകയാണ്. പാങ്ങിലേക്ക് ആ 3 പേർക്കും കരുത്തോടുകൂടി തിരികെ എത്താൻ കഴിയട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. 11 വയസ്സുകാരിയായിട്ടുള്ള മസീനെ പരിക്കേറ്റ് ആദ്യം പൊള്ളാച്ചിയിലെ താലൂക്ക് ആശുപത്രിയിൽ ആക്കിയിരുന്നു. ഇപ്പോൾ ഇതാ
പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ 13-ം വളവിലെ സംരക്ഷണ ഭിത്തി അതിലിടിച്ച് കീഴ്ക്കാങ്കുത്തായി താഴേക്ക് മറയുകയായിരുന്നു ആ ടെമ്പോ ട്രാവലർ. KL11 AM 7288 എന്ന ടെമ്പോ ട്രാവലറിലായിരുന്നു അവരുടെ യാത്ര. അത്രയും കൊട്ടക്കൽ ചുനു സ്വദേശിയാണ് ആ വാഹനം ഓടിച്ചത്. മുഹമ്മദ് ഫാസിദ്, അദ്ദേഹവും ആ കോയമ്പത്തൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതിരപ്പള്ളി, വാഴച്ചൽ, മലക്കപ്പാറ ആ വഴിയിലാണ് ആ സംഘം വാൽപ്പാറയിലെത്തിയത്. വാൽപ്പാറയും കണ്ട് തിരികെ പാങ്ങിലേക്കുള്ള മടക്കയാത്രയിലാണ് ഈ അപകടം സംഭവിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ആശുപത്രി സൗകര്യങ്ങളൊക്കെ എത്രമാത്രം അടുത്തില്ലാത്തതിനാൽ തന്നെ ചില പ്രതിസന്ധികൾ ആദ്യ സമയങ്ങളുണ്ടായിരുന്നു. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ആ വഴി വന്ന മറ്റ് യാത്രക്കാർ, വിനോദസഞ്ചാരത്തിലെത്തിയ അല്ലെങ്കിൽ ഉല്ലാസയാത്രയ്ക്കെത്തിയ അതുപോലുള്ള മറ്റ് സംഘാംഗങ്ങൾ അവരൊക്കെ ചേർന്നാണ് ആ വാഹനത്തിനുള്ളിൽ നിന്ന് പാടെ തകർന്നുപോയ വാഹനത്തിൽ നിന്ന് അവരെ ഒന്നൊന്നായി പുറത്തേക്ക് എത്തിക്കുന്നതും പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതും. 8 പേർക്ക് അവിടെ വെച്ച് തന്നെ ജീവൻ നഷ്ടമാകുകയും ചെയ്തു. പോലീസും അഗ്നിരക്ഷാ സേനയും വളരെ പെട്ടെന്ന് അവിടെ എത്തി നേതൃത്വം നൽകി എന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. മാത്രമല്ല, തമിഴ്നാട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വളരെ വേഗത്തിൽ നടപടികൾ പൂർത്തിയാക്കി. രാത്രി തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി. 4 മണിയോടുകൂടി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അതിനുശേഷം പുലർച്ചയോടുകൂടി തന്നെ കേരളത്തിലേക്ക്, മലപ്പുറത്തേക്ക്, അവരുടെ പാങ്ങിലേക്ക് അവരെ മടക്കി അയക്കുവാൻ തമിഴ്നാട്ടിലെ ആരോഗ്യ സംവിധാനങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു എന്നുള്ളതും അറിയാൻ കഴിഞ്ഞു. എന്നാലും ഉള്ളുലഞ്ഞു നിൽക്കുകയാണ്, അതിവൈകാരികമായി നിൽക്കുകയാണ് പാങ്ങ്. അവിടെ ആ സ്കൂൾ മുറ്റത്തിപ്പോൾ ഇത് ആയിരക്കണക്കിന് പേരിപ്പോൾ അവരെ കാത്ത്, അവരുടെ പ്രിയപ്പെട്ട 6 അധ്യാപകരെ കാത്ത് ഒരുപാട് വിദ്യാർത്ഥികൾ, സഹപ്രവർത്തകരായിട്ടുള്ള അധ്യാപകർ, ആ വിനോദയാത്രാ സംഘത്തിൽ ഉൾപ്പെടേണ്ടിയിരുന്നവർ, പോകാൻ പല കാരണങ്ങൾ കൊണ്ട് കഴിയാത്തവരൊക്കെ അവരെ ഇപ്പോൾ അവസാനമായി കണ്ട് ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. ഉള്ളുലച്ചാണ് അവരുടെ മടക്കം. വളരെ ശ്രദ്ധിച്ചു മാത്രം പോകേണ്ട ഒരു വഴിയാണ് വാൽപ്പാറ, മലക്കപ്പാറ വഴിയുള്ള ആ യാത്ര. അവിടെ വിചാരിതമായ നിയന്ത്രണം തെറ്റിയാണ് ആ ടെമ്പോ ട്രാവലർ 500 അടി താഴ്ചയിലേക്ക് വീഴുന്നതും ആ വലിയ അപകടം സംഭവിക്കുന്നു. കൊച്ചുകുട്ടികളടക്കമുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ഈ ഗ്രൗണ്ടിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി ഒന്നൊന്നും ഫാസ്റ്റായി നോക്കി. നമ്മുടെ സ്ത്രീകൾക്ക് ആദ്യം ദയവേത് ആണുങ്ങൾ ഉള്ളിൽ നിർത്തി കൊടുക്കും. ആ സ്ത്രീകളും ബന്ധുക്കാരൊക്കെ ഉണ്ട്, അവരൊന്ന് കടയിൽ പറഞ്ഞു കൊടുത്താൽ കണ്ടു കഴിഞ്ഞാൽ ഈ അവധിക്കാലം കഴിഞ്ഞ് സ്കൂളുകളിലേക്ക് വിദ്യാർത്ഥികൾ മടങ്ങിയെത്തുമ്പോൾ അവരുടെ പ്രിയപ്പെട്ട 6 അധ്യാപകർ അവിടെ ഉണ്ടാകില്ല. ഈ ഒഴിവുകാലത്തിലെ ആ യാത്രയിൽ അവരുടെ ജീവിതം അവസാനിച്ചു, ജീവനും നഷ്ടമായി. ഇപ്പോൾ നിശ്ചലരായത് ആ GLP സ്കൂളിൻ്റെ വലിയ നഷ്ടമാണ്. ആ പ്രിയപ്പെട്ട 6 അധ്യാപകർ, പ്രധാന അധ്യാപിക മുതൽ സ്കൂളിലെ പാചക തൊഴിലാളി വരെ ഉൾപ്പെടുന്ന 7 ജീവനക്കാരാണ് ആ സ്കൂളിന് നഷ്ടമായത്. അനുമോദിനെ കേൾക്കാൻ കഴിയുന്നുണ്ടോ? ആ അധ്യാപകരുടെയും സഹപ്രവർത്തകരുടെയും ഒക്കെ ആ വിയോഗം ആ നാടിന് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമാണ്. എങ്ങനെയാണ് ആ നാട് വിങ്ങിപ്പൊട്ടാതെ അല്ലെങ്കിൽ അതിവൈകാരികമാകാതെ അവിടെ നിൽക്കുന്നത്? നമ്മുടെ ഈ 12 ആയിട്ടുള്ള എൻട്രൻസിലൂടെ 6 മാസത്തോടെ വരരുത്. നമുക്ക് നിർദ്ദേശിക്കപ്പെട്ട വോളണ്ടിയേഴ്സ്, പോലീസുകാർ പാങ്ങ് സ്കൂളിലേക്ക് അവധിക്കാലം കഴിഞ്ഞ് വീണ്ടും എത്തേണ്ട അധ്യാപകർ ഇപ്പോൾ നിശ്ചിതരായി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മുറ്റത്ത് കിടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരം. അതുപോലെ നമ്മൾ ഈ
ആ പാങ്ങ് സ്കൂളിൽ ഇനി ബാക്കിയുള്ളത് LP വിഭാഗത്തിലെ അധ്യാപകർ, അവർ 3 പേർ മാത്രമാണ്. ഒപ്പം പ്യൂണായിട്ടുള്ള ആളുകൾ. ബാക്കി എല്ലാവരും ആ സംഘത്തിലുണ്ടായിരുന്നു. 13 പേർ പോയ വാഹനം വലിയൊരു അപകടത്തിൽപ്പെട്ട് 9 മരണം സംഭവിച്ചു. വേനലവധി കാലഘട്ടത്തിൽ അവർ നേരത്തെ പ്ലാൻ ചെയ്ത് നേരത്തെ പദ്ധതിയിട്ടതാണ് ഇത്തരമൊരു യാത്രയ്ക്കായി. അങ്ങനെ ആസൂത്രണം ചെയ്ത ആ യാത്രയ്ക്കൊടുവിൽ സംഭവിച്ച വലിയ ദുരന്തം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.